പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് കണക്ട് ആവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും കുറേയേറെ ഗോൾസും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറേയേറെയുള്ള ഒരു സംഭവമാണ് മടി എന്ന് പറയുന്നത്. ഈ മടി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന കുറേ സംഭവങ്ങളിലേക്ക് നമുക്ക് എത്താനും പറ്റാറില്ല. സോ ഇതിൻ്റെ കുറച്ച് റീസൺസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ആണ്. അതായത് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം, കുറേ ഐഡിയാസും ഇങ്ങനെ തലയിൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഒഴുക്കിനനുസരിച്ച് പോകാമെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു കംഫർട്ട് സോൺ ട്രാപ്പിൽ പെട്ടിരിക്കുക. പിന്നെ കുറേയേറെ ഇൻഹിബിഷൻസ്, ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവും, അങ്ങനെ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷനാണ്. എനിക്ക് ഡിസ്ട്രാക്ഷനായിട്ട് മെയിനായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഫോൺ തന്നെയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതേ മനസ്സിലാവില്ല. സോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറേ ടൈം നമ്മൾ ഫോണിൽ തന്നെ ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ദെൻ നാലാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ റൊട്ടീനിൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു എന്നുള്ളതാണ്. അതായത് സെയിം കാര്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും ഒരു മടി വരും, ഒരു മടുപ്പ് വരും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഇല്ല എന്നുള്ളത്. ടൈം മാനേജ്മെന്റ് കറക്റ്റായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.